2025 പ്രത്യേകത സഹകാരികൾക്ക് വളരെയധികം അറിയുന്നൊരു കാര്യമാണ്. ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ വർഷത്തെ ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര സഹകരണ വർഷമാണ്. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസും യുണൈറ്റഡ് നേഷൻസും ഒത്തുചേർന്നുകൊണ്ട് പറയാണ് ഈ വർഷം എന്താണ്. അത് മാത്രമല്ല, ഈ വർഷം സഹകരണ വർഷമായി പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം. 13 വർഷം മുന്നേ, 13 വർഷം മുന്നേ 2012 നമുക്ക് എന്തുണ്ടായിരുന്നു, ഈ ഒരു ആചരണം ഉണ്ടായിരുന്നതാണ്. എന്നാലും 2025 ഒന്ന് പിറകോട്ട് പോകുമ്പോൾ ഒരു 181 വർഷം പിന്നോക്കം പോവുകയാണെങ്കിൽ ഓർമ്മ വരുന്ന 1850 ഒരു സഹകരണ സ്ഥാപനം എന്ന രീതിയിൽ ഒരു ഔപചാരിക സംവിധാനത്തിൽ ജന്മം വരുന്നവിടെയാണ്. ഒരു 121 വർഷം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായി സഹകരണ നിയമം വരുന്നത് 1904. ഞാനിത് പറയാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നൊരു ചിന്തയുണ്ട്, എന്താണ് ചരിത്രം പഠിപ്പിക്കാനാണ് ഈ ക്ലാസ് എന്ന്. ഞാൻ ഉദ്ദേശിച്ചത് 1844 ഈ സംഘം എന്നുള്ള ആശയം രൂപീകരിച്ചത് ഏറ്റവും പാവപ്പെട്ടവരാണ് അല്ലേ. 1904 നിയമം കൊണ്ടുവരാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രേരിപ്പിച്ചത് കർഷകർക്ക് വേണ്ടിയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഈ സംവിധാനം എന്തിനു ജനിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രാമീണർക്ക് വേണ്ടിയായിരുന്നു, പാവപ്പെട്ടവർക്ക് വേണ്ടിയായിരുന്നു. പാവപ്പെട്ടവരിൽ ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടി അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു സംവിധാനമായിരുന്നു. അങ്ങനെ 1904 ശേഷം 12-ലെയും 19-ലെയും പരിഷ്കാരങ്ങളും 35-ലെ നിയമങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ്. കമ്മീഷനുകളുടെ കമ്മിറ്റിയുടെ എണ്ണം പറയുകയാണെങ്കിൽ എണ്ണിയാലൊടുങ്ങാത്ത കമ്മിറ്റികളും ഈ മേഖലയ്ക്ക് വേണ്ടി, സഹകരണ മേഖലയ്ക്ക് വേണ്ടി ഈ രാജ്യത്തുണ്ടായിരുന്നതാണ്. അത് ദേശീയ തലത്തിലുണ്ടായിരുന്നു, സംസ്ഥാന തലത്തിലുണ്ടായിരുന്നതാണ്. അങ്ങനെ അവസാനം സംസ്ഥാനം രൂപീകരിക്കുന്നു അല്ലേ. 56 സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് സഹകരണ നിയമം വരുന്നത്. 69-ലാണ്. ആ 69 നിയമം ഓരോ സമയങ്ങളും പരിഷ്കരിച്ച് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി നമ്മൾ കാണുന്ന 2024 പരിഷ്കരണം നമ്മൾ കണ്ടു എന്നതാണ്, ഭേദഗതിയിൽ കണ്ടു എന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ രീതിയിലെ ഗവൺമെന്റ് നയങ്ങളിലൂടെ, പരിപാടികളിലൂടെ ഈ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിരവധിയായ ഇടപെടലുണ്ടായിരുന്നതാണ്. അതിൽ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ഇന്നും അഭിമാനത്തോടുകൂടിയോ ചിലപ്പോൾ അഹങ്കാരത്തോടുകൂടി പറഞ്ഞൊരു കാര്യമാണ്. കേരളത്തിലെ വായ്പാ സംവിധാനങ്ങൾ മറ്റ് സംവിധാനങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലെ വായ്പാ സംവിധാനം വ്യത്യസ്തമാണ് നമ്മൾ എപ്പോഴും അവകാശപ്പെടാറുണ്ട് അല്ലേ. ആ അവകാശപ്പെടലിനെ തുടക്കം കുറിച്ച് 1976 ആദ്യമായി നിക്ഷേപ സമാഹരണ യജ്ഞം ആരംഭിക്കുന്നത് 76-ലാണ്. അവിടെ നിങ്ങോട്ട് പഴയ ഐക്യനാണയ സംഘത്തിന്റെ പേരൊക്കെ മെല്ലെ മാറും. അങ്ങനെ പേര് മാറി പിന്നെ ബാങ്ക് എന്ന രീതിയിലേക്ക് നമ്മൾ എല്ലാ രീതിയിൽ ചർച്ചയാണ്. എനിക്ക് തോന്നുന്നു ആ ഡെപ്പോസിറ്റ് ഫോർമേഷൻ ക്യാമ്പയിൻ തുടങ്ങി 76, 86, 96, 2006, 2016, 2026 ഒരു വർഷം അല്ലേ. ഏകദേശം കൂടിയ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സമയമാണ്. ഞാൻ പറയട്ടെ, ഈ ഒരു വളർച്ചയിൽ സംഭവിച്ചെന്ന് അറിയുമോ? വേണമെങ്കിൽ ബാങ്കേഴ്സിനെ വ്യാഖ്യാനിക്കും. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന വിഷയമാണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സാമ്പത്തിക പരിപാടിയിൽ ഉൾച്ചേർക്കുക എന്നുള്ളതാണ് അല്ലേ, ഗ്രാമീണ ജനങ്ങളെ. അതിൽ നമ്മൾ വിജയിച്ചതോടെ പറയാൻ സാധിക്കും. നമ്മുടെ പ്രാദേശിക ഫണ്ടിനെ പ്രദേശത്ത് വിനിയോഗിക്കാൻ സാധിച്ചതെന്നാണ് പറയാൻ സാധിക്കും. അതിലൂടെ വേണമെങ്കിൽ പറയാൻ സാധിക്കുക മറ്റൊരു അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് ഇത്രയും ജീവനക്കാർക്ക് കൊടുക്കാൻ സാധിച്ചെന്ന് പറയാൻ സാധിക്കും അല്ലേ. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ലോക്കൽ ഇക്കോണമിയിലേക്ക് ആ ലോക്കൽ ഫണ്ടിനെ വിനിയോഗിക്കുന്നു. അതേസമയം നിരവധി ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ, എന്താ തൊഴിൽ, HDCO, KDCO, ബികോം കോർപ്പറേഷൻ കഴിഞ്ഞ് ക്വാളിഫൈഡ് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നതായാണ് ഞാൻ പറഞ്ഞത് അല്ലേ. ഈ രീതിയിൽ വലിയ സംഭാവന ഈ സംവിധാനം, ഈ പ്രസ്ഥാനം നൽകിയതായിട്ട് ഒരു സംശയമില്ല. പക്ഷേ ഒരു ചോദ്യം പറയാം, ആർക്ക് വേണ്ടിയായിരുന്നു ജനിച്ചത്? മെമ്പേഴ്സിന് വേണ്ടി. ആ മെമ്പേഴ്സിൽ ഒരു പ്രധാനപ്പെട്ട വിഭാഗം കർഷകരാണ് അല്ലേ. ആ കർഷകരിൽ നിന്നും അകന്നു പോയോ എന്നൊരു സംശയം. ഞാൻ പറഞ്ഞത് ഞാൻ ചരിത്രത്തിലേക്ക് പോയത് വേറെ തന്നെ. ആർക്ക് വേണ്ടി ജനിച്ചതാണ്? പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്. ആർക്ക് വേണ്ടിയാണ്? കർഷകർക്ക് വേണ്ടിയാണ് അല്ലേ. പക്ഷേ ആ സംവിധാനം പൊതുവിൽ ഒരു സമീപനം മാറി വരികയാണ്. എന്താ, എല്ലാവരും ഡീവിയേഷൻ, ഒരു വ്യതിയാനം സംഭവിച്ചതാണ്. നമ്മൾ ബാങ്കിങ്ങിന് വല്ലാതെ പ്രാധാന്യം കൊടുത്തപ്പോൾ അതുണ്ടായിരുന്നതാണ്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്നിവിടെ പ്രതീക്ഷകളെ പങ്കുവെച്ച സമയത്ത് എല്ലാവർക്കും പറയാനുള്ള കാര്യങ്ങൾ അതിൽ ഞാൻ ശ്രദ്ധിച്ച കുറച്ച് പേര് പറഞ്ഞ ഒരു വാചകം, അതായത് നമ്മൾ ബാങ്കിങ് ചെയ്യുന്നത് അല്ലേ, പക്ഷെ ആ ബാങ്കിങ് മാത്രം പോരാ, അതിനപ്പുറം ബാങ്ക് ഇതര പരിപാടികളിലേക്ക് വരേണ്ട ആവശ്യങ്ങളാണ്. അവിടെയാണ് നമ്മൾ ഈ ഒരു വിഷയത്തെ മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ ഇന്ന് കർഷകരെ പറ്റി ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, എല്ലാ ക്ലാസ്സിലും ഞാൻ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്, ഒരു ഫ്രേസാണ്. നമ്മുടെ കർഷകർ, ഇംഗ്ലീഷിലാണ്, നമ്മുടെ കർഷകർ എപ്പോഴും ഇതുവരെ പറയാൻ പോകുന്ന ഒരു ഫ്രേസാണ് ഇംഗ്ലീഷ്. നമ്മുടെ കർഷകർ ഭൂരിപക്ഷ സമയങ്ങളിലും
അവരനുഭവിക്കുന്ന പ്രശ്നം എന്താ അറിയോ? They are always at receiver's end. They are always at receiver's end. മലയാളം പറയട്ടെ, ഇംഗ്ലീഷിൽ നിന്ന് തർജ്ജമ ചെയ്യാറ്. അവൻ ഒരു വർഷത്തെ അധ്വാനത്തിലൂടെ ഒരു 9 മാസത്തെ 9 മാസം വേണ്ടേ ഒരുപാട് പറയാൻ വേണ്ടല്ലോ, ഒരു 8-9 മാസം വേണ്ടേ നമ്മുടെ മരച്ചീനി വേണ്ടേ, 8 മാസം മരച്ചീനി വരാൻ, നെല്ലിന് 3 മാസം വേണ്ടേ, പച്ചക്കറിക്ക് 1.5-2 മാസം ആവശ്യമല്ലേ, ഓരോന്നിനുണ്ട് അതിന്റെ കാലം കഴിഞ്ഞുകൊണ്ടതാണ്. അത് കഴിഞ്ഞ് ആ ഉൽപ്പന്നമായ മാർക്കറ്റിൽ എത്തുമ്പോൾ എന്താ അവസ്ഥ? റിസീവേഴ്സ് എൻഡ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെ കിട്ടുന്നത് വാങ്ങിപ്പോണ്ട അവസ്ഥ. അവിടെയാണ് നമ്മുടെ സഹകരണ വായ്പാ സംവിധാനം പ്രത്യേകിച്ചും, സഹകരണ സംവിധാനം പൊതുവിലും അല്ലെ, വായ്പാ സംവിധാനം പ്രത്യേകിച്ചും സംസാരിക്കേണ്ട ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇവരെ ഈ റിസീവേഴ്സിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുത്താവുന്നതാണ്. അവിടെ ഈ ക്ലാസ്സിലെ നിരവധി ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേട്ടു, എക്സ്പീരിയൻസ് നമ്മൾ കേട്ടു. തങ്കമണിയിൽ നിന്നാണ് തുടങ്ങിയല്ലേ, ഇവിടെ തുടങ്ങിയത്. അത് ഏകദേശം അവസാനിപ്പിക്കുമ്പോൾ കഞ്ഞിക്കുഴിയിൽ നിന്ന് അല്ലെങ്കിൽ കോട്ടയത്തെ അവിടുന്ന് അത് അവസാനിപ്പിക്കുമ്പോൾ എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്. അതായത് പോരാ, നമ്മൾ ഇനി എന്തൊക്കെയോ കാര്യങ്ങൾ ഇടപെടാനുണ്ടെന്നുള്ളതാണ്. ആ ഇടപെടലിലേക്ക് സംഘടന നയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം. അപ്പോൾ ആ റിസീവേഴ്സിൽ എന്നിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവർക്ക് ഉറച്ച വില കിട്ടണം അല്ലേ, കൃത്യമായ മാർക്കറ്റ് കിട്ടണം. മാർക്കറ്റ് എന്ന് പറയുന്നത് അസ്ഥിരമല്ല, സുസ്ഥിരമായിരിക്കണം. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഈ വർഷത്തെ 2025 അന്താരാഷ്ട്ര സഹകരണ വർഷമായി പ്രഖ്യാപിച്ച സമയത്ത് യുണൈറ്റഡ് നേഷൻസ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താ അറിയോ? 2015 മുന്നോട്ട് വെച്ച 17 SDGs, 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, അതിൽ നേടണമെങ്കിൽ ആര് വേണം? നമ്മുടെ പ്രസ്ഥാനം വേണമെന്നാണ് യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞ. ICA പറഞ്ഞല്ല, ഇന്റർനാഷണൽ കോർപ്പറേറ്റ് അലയൻസ് പറഞ്ഞല്ല, യുണൈറ്റഡ് നേഷൻസ് പറയാണ് ആ 17 സുസ്ഥിര ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ആര് വേണം? സഹകരണ പ്രസ്ഥാനം വേണമെന്ന് പറയുമ്പോൾ അപ്പോൾ അവനെ ഈ വിധ അനിശ്ചിതത്വത്തിന് കാര്യം വിടാൻ പറ്റില്ല, കർഷകരെ വിടാൻ പറ്റില്ല. നമ്മുടെ മെമ്പേഴ്സിനെ ഒരിക്കലും അനിശ്ചിതത്വത്തിന് ആ പടുകുഴിയിലേക്ക് വീഴ്ത്തല്ല വേണ്ട, മറിച്ച് അവനെ രക്ഷപ്പെടുത്താൻ എന്ത് ചെയ്യാൻ സാധിക്കുന്നു ചോദിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം, യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റി EEC രാജ്യങ്ങൾ ഒരു കാലത്ത് അവരവിടെയുള്ള കർഷകർക്ക് ഒരു ഓഫർ കൊടുത്തു. എന്താ ഓഫർ? നിങ്ങൾ ഇഷ്ടം പോലെ പ്രൊഡ്യൂസ് ചെയ്യും, നിങ്ങളുടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഞങ്ങൾ വാങ്ങാൻ തയ്യാറാണ്. മാത്രമല്ല അറൗണ്ട് 50% വരെ സബ്സിഡി കൊടുക്കും. അങ്ങനെ വളരെ രീതിയിൽ അതിനെ എൻകറേജ് ചെയ്തപ്പോൾ നമ്മളിപ്പോൾ വ്യവസായത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട വാക്കാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എനിക്കൊന്നും അത് വ്യവസായത്തിൽ മാത്രം വേണ്ടതല്ല, അത് എവിടെയും വേണം. കാർഷിക മേഖല ആവശ്യമുണ്ട്, അവന്റെ ആ കാർഷിക വൃത്തി ചെയ്യാനുള്ള സൗകര്യപ്രദമായ ഒരു അന്തരീക്ഷം വേണ്ടേ? ആ അന്തരീക്ഷം ഒരുക്കാൻ അന്ന് യൂറോപ്യൻ ഇക്കണോമിക് കമ്മിറ്റി പറഞ്ഞത്, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തോ, ഗ്യാരണ്ടീഡ് മാർക്കറ്റ്, അഷ്വർഡ് പ്രൈസ് ഞങ്ങൾ തരാം. അതിന്റെ റിസൾട്ട് എന്താണെന്നറിയോ? ചിലരെ വിശേഷിപ്പിച്ച് എങ്ങനെയാണെന്നറിയോ? യൂറോപ്യൻ രാജ്യങ്ങളിൽ മിൽക്ക് ലേക്സ് ഉണ്ടായിരുന്നു. മിൽക്ക് ലേക്സ് എന്ന് പറഞ്ഞാൽ പാലിന്റെ തടാകങ്ങൾ ഉണ്ടായിരുന്നു. ബട്ടർ മൗണ്ടെയിൻസ് ഉണ്ടായിരുന്നു. എന്താ? വെണ്ണയുടെ മലകൾ ഉണ്ടായിരുന്നു. എന്താ ഉദ്ദേശിച്ചത്? അത്രയും ഉത്പാദനം കൂടിയതാണ്. ആ ഉത്പാദനം കൂടിയ സമയത്താണല്ലോ എൻ്റെ നിങ്ങളുടെ സ്കൂൾ ഡേയ്സിൽ ഓർമ്മയുണ്ടാവാം, PL4AG എന്നുള്ള ഒരു സ്കീമിന്റെ ഭാഗമായി സ്കൂളിലേക്ക് എത്തുവന്നത്. അത് പുതിയ ജനറേഷൻ അല്ലേ? റവയും ഉമാവും ഒക്കെ കിട്ടിയത് ഇതിന്റെ ഭാഗമായിട്ട് PL4AG ആണ്. ആ PL4AG എന്നുള്ള പദ്ധതി ആ രാജ്യങ്ങളിൽ നടപ്പാക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ അമിതമായ ഉൽപാദനത്തെ എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യണം. ആ ഡിസ്പോസ് ആണ് നമ്മളിലേക്ക് തന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് കർഷകന് വേണ്ടി എന്താണ്? ആ കർഷകന് നിരവധിയായ ഇടപെടൽ ആവശ്യമുണ്ട്. ആ ഇടപെടലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 കാര്യങ്ങൾ. ഉറച്ച ഒരു മാർക്കറ്റ് വേണം അല്ലെ, സുസ്ഥിരതയിൽ ഒരു മാർക്കറ്റ് ആവശ്യമുണ്ട്, റീസണബിളായ ഡീസൻ്റായ വില അവർക്ക് കിട്ടും. ഞാൻ ചോദിക്കട്ടെ, IT സെക്ടർ വർക്ക് ചെയ്യുന്നവരൊക്കെ അല്ലെങ്കിൽ നല്ല ശമ്പളം കിട്ടുന്ന മേഖലയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ നമ്മൾ പറയുന്നതാണ് വലിയ ജോബുള്ളവരാണ്. അവർക്ക് അതിൽ അംഗീകാരവും അഭിമാനവും കിട്ടുന്നതാണ്. അത് അവർക്ക് കിട്ടുന്നില്ല, നമ്മുടെ മെമ്പേഴ്സിന് കിട്ടുന്നില്ല അല്ലേ? നമ്മുടെ ഓർഗനൈസേഷൻ പില്ലർ ആരാന്ന് ചോദിച്ചാൽ എംപ്ലോയി ആണ്. നമ്മുടെ ഓർഗനൈസേഷൻ പില്ലർ ആരാ? മെമ്പേഴ്സ് ആണ് അല്ലേ? ആ മെമ്പേഴ്സിന് സൗകര്യപ്രദമായ സംവിധാനം ഒരുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവിടെയാണ് കാർഷിക മേഖലയുടെ കണക്കുകളൊക്കെ ഈ ഒരു ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ മാത്രം വെക്കാണ്. നമ്മുടെ വളർച്ചാ നിരക്ക് കാർഷിക മേഖലയുടെ കേരളത്തിന്റെ വളർച്ചാ നിരക്ക് 90-ൽ 2.53% എന്നുള്ളത് 2000-ൽ അത് 0.27 കുറഞ്ഞു പറഞ്ഞു. നോക്കണേ, വളർച്ചാ നിരക്ക് എല്ലാവരെയും തളർന്നു പോകുന്ന അവസ്ഥ തീർന്നില്ല. നമ്മുടെ
മൊത്തം ഉൽപാദനത്തിലെ കാർഷിക മേഖലയുടെ സംഭാവന വല്ലാതെ കുറഞ്ഞു വരുന്നതാണ്. 90-90% ഉണ്ടായെന്ന് പറഞ്ഞാൽ ആ സംഭാവന 2010-11 അത് 10.6 കുറഞ്ഞു എന്നതാണ്. കാർഷിക മേഖല താഴോട്ട് പോകുന്ന പിന്നോക്കം പോകുന്ന ഒരവസ്ഥയിലേക്കാണ്. അതിൽ തൊഴിൽ സേനയുടെ പെർസെന്റേജ് ശതമാനത്തിലേക്കാണ് 81 കാലങ്ങളിൽ 13% പേരുണ്ടായിരുന്ന ആ തൊഴിൽ സേന ഉണ്ടായിരുന്ന കാർഷിക മേഖല 2011 ആകുമ്പോൾ 7.21 എന്തായാലും ഒരു സംശയം വേണ്ട. 2020 ഈ ഒരു കാലഘട്ടം അല്ലെ, 20കളുടെ ഈ കാലഘട്ടം എടുക്കുകയാണെങ്കിൽ അത് ഡ്രാസ്റ്റിക്കലി താഴോട്ടേക്ക് വന്നിട്ടാണ്. അവിടെയാണ് ഇവിടെ കണ്ട റേ ഓഫ് ഹോപ്പ് എന്നാണ് പറയാൻ പറ്റുന്ന ചില ഇടപെടലുകൾ. അത് ലങ്കോണിയുടെ ആവാം, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ അല്ലെ ഓരോ സംഘത്തിന്റെ ഇടപെടലുകളുടെ ചെറിയ തോതിൽ ഒന്നാണ് ആൾക്കാരിലേക്ക് കൊണ്ടുവരാനുള്ള നിങ്ങളുടെ ശ്രമത്തെ അനുമോദിക്കുകയാണ് ഞങ്ങൾ ഈ ഒരു വേദിയിൽ വെച്ച്. പക്ഷേ പറഞ്ഞു വന്നു വെച്ചാൽ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ടൈറ്റിൽ എന്താ, വാല്യൂ അഡീഷൻ ആൻഡ് മാർക്കറ്റിംഗ് എന്നതാണ്. അത് ഡൊമസ്റ്റിക് മാർക്കറ്റ് വരാം, എക്സ്പോർട്ട് മാർക്കറ്റ് പറ്റി പറയാവുന്നതാണ്. നിങ്ങളറിയോ, കേരളത്തിലെ മാർക്കറ്റിംഗ് സംവിധാനത്തെ പറ്റി നിയാമിന്റെ ഒരു പഠനം, നിയാം എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ മാർക്കറ്റ്, അവർ പറഞ്ഞ പഠന റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. അവർ പറയാണ് കേരളത്തിലെ മാർക്കറ്റിംഗ് സംവിധാനം 265% വർദ്ധിച്ചിരുന്നു. സാധാരണ നമ്മുടെ 10% കൂടി എന്ന് പറയും, 20% കൂടി എന്ന് പറയും. 265 എന്ന് പറഞ്ഞാൽ 100ന്റെ പിന്നെയും ഇല്ലേ, അത്രയും വർധനമുണ്ടായ ഈ കേരളത്തിൽ ഏകദേശം മാർക്കറ്റുകളുടെ എണ്ണം പറയുന്നുണ്ട്. 1290 മാർക്കറ്റുകളുണ്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ കീഴിൽ. അതിന് വിഭജിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ 129, മുനിസിപ്പാലിറ്റിയുടെ 129, കോർപ്പറേഷന്റെ 85, പഞ്ചായത്തുകളുടെ 1076 എന്ന് പറഞ്ഞ കണക്കുകളുണ്ട്. പക്ഷെ ചോദ്യമുണ്ട്, മാർക്കറ്റിംഗ് സംവിധാനം ഉണ്ട് എന്ന് പറയുകയും മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന് പറയുകയും അതിന്റെ ഫെഡറേഷനായ നാഷണൽ ഫെഡറേഷൻ നാഫിഡ് എന്ന് പറയുകയും അല്ലേ, എല്ലാ സംവിധാനം ഉണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫ്രീ സർവേയിലെ നമ്മുടെ ഫാർമേഴ്സ് എന്താ റിസീവേഴ്സ് ഹെഡിൽ അല്ലേ കിട്ടുന്നത് വാങ്ങിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സംവിധാനങ്ങൾക്ക് എന്തോ ഒരു പോരായ്മ ഉണ്ടെന്നാണ്. ആ പോരായ്മ പരിഹരിക്കാൻ നമ്മുടെ സംവിധാനത്തിന് സാധിക്കുമോ എന്നുള്ള ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിന്റെ പ്രസക്തി വേറെ തന്നെ. മാത്രമല്ല, നമ്മുടെ നിലവിലെ ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമുണ്ട്. അത് എനിക്കൊന്നു അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സമ്മേളനം ഇന്നലെ കഴിഞ്ഞ സമയത്ത് പോലും പറഞ്ഞ ഒരു വാചകം നവകേരള സൃഷ്ടി എന്നതാണ് അല്ലേ. ആ വാചകത്തെ ഞാൻ ഇവിടെ കൊണ്ടുവരുന്നതിന് പകർന്നുകൊണ്ടത് നവകേരള സൃഷ്ടി നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെയാണ് അല്ലേ, നല്ല ഒരു കേരളത്തെ സൃഷ്ടിച്ചെടുക്കാം. ആ നല്ല കേരളത്തെ സൃഷ്ടിച്ചെടുക്കുമ്പോൾ അവിടെ ഒരു ചോദ്യം ഉണ്ട്. ആ ഉയർച്ചയിലും പുരോഗതിയിലും ഒരു വലിയ സംഭാവന ചെയ്യേണ്ടത് ആരാ? നമ്മുടെ കർഷകരാണ്. ആ സംഭാവന കൊടുത്താൽ മാത്രം പോരാ, അവന് കിട്ടുകയും വേണം അല്ലെ. അവൻ കൊടുക്കാനും മാത്രമല്ല, അവനെന്താണ്, അവന് ഡീസന്റ് ആയ ഫെസിലിറ്റി കിട്ടണം. അത് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുള്ള ചർച്ച സംഘടിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ളതാണ്. കാരണം വെച്ചാൽ അതിൽ വലിയൊരു പങ്ക് വഹിക്കാൻ കേരളത്തിലെ ടോട്ടൽ സൊസൈറ്റിയുടെ എണ്ണം 19,000 അതിൽ വായ്പാ സംവിധാനങ്ങളുടെ എണ്ണം മാത്രം 3,000 അല്ലേ. അപ്പൊ ഇത്രയും സംഘം കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാ ഗ്രാമത്തിലും അതിന്റെ റൂട്ട്സ് അവിടെയുണ്ട്. ഒരു ഗ്രാമത്തിന് 2-3 സംഘങ്ങളുടെ റൂട്ട്സ് എന്ന് ഞാൻ പറഞ്ഞാൽ ശരി അതിശുദ്ധിയല്ലോ അല്ലെ. ആ രീതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സംവിധാനത്തിന് കേരളത്തിലെ പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ചും ഈ നവകേരള സൃഷ്ടി എന്നൊക്കെ പറയുന്ന ആ ഒരു വലിയ ഒരു പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. കാരണം വെച്ചാൽ അന്താരാഷ്ട്ര സഹകരണ വർഷമായി പ്രഖ്യാപിച്ച സമയത്ത് അതിനൊരു മുദ്രാവാക്യം എന്താ, കോപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ വേൾഡ് എന്ന്. സഹകരണത്തിലൂടെ ഒരു നല്ല സമൂഹത്തിലാണ് അതിൻ്റെ മറ്റൊരു ഭാഷയിൽ പറയുന്ന നവകേരളവും അല്ലേ. അപ്പൊ നല്ലൊരു സമൂഹം സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, നല്ല സമൂഹം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വികസനത്തെ ക്വാണ്ടിറ്റി മാത്രം വെച്ചാൽ പോരാ, അതിൽ ക്വാളിറ്റേറ്റീവ് ആയ കുറച്ച് ആവശ്യമുണ്ട്. എന്താ ക്വാളിറ്റി? നമ്മുടെ കർഷകന്റെ ജീവിത നിലവാരത്തെ മാറ്റണം അല്ലേ. ആ ജീവിത നിലവാരത്തെ മാറ്റി സൃഷ്ടിക്കാൻ സഹകരണ സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു അന്വേഷണമായിരിക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഉദ്ദേശിക്കുക എന്ന് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത്. എന്തായാലും നിരവധി സംഘങ്ങളുടെ അനുഭവങ്ങളോട് പങ്കുവെച്ചത് തീർച്ചയായും നമ്മുടെ മൊത്തം ഓഡിയൻസിന് വളരെ ഒരു ഉപകാരപ്രദമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനതിനെ കാണുന്ന 1 മണിക്കൂർ ചെലവഴിച്ചെങ്കിലും ആ 1 മണിക്കൂർ ഒരു സെഷനായിരുന്നു. ഏകദേശം 30 പേർ ചേർന്നുകൊണ്ട് നടത്തിയ ഒരു സെഷനായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇതുവരെ ചെയ്തവർക്ക് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ ഇനി ചെയ്യാൻ സാധിക്കുന്നതോ, ചെയ്യാത്തവർക്ക് അതൊക്കെ നമുക്കൊന്ന് അന്വേഷിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഏർച്ച് കൊടുക്കാൻ ആ ഒരു സെഷൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഞാൻ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി സംസാരിക്കുമ്പോൾ സന്തോഷം എന്ന് പറഞ്ഞല്ല, നമുക്ക് ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ ഒരു ദിവസം ചെലവഴിക്കാനോ ഇന്നൊരു ദിവസം ഇവിടെ ചെലവഴിക്കാനോ അല്ലെ, ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം കിട്ടിയെന്ന് പറയാൻ വേണ്ടിയുള്ള അല്ല ഇത് തീർച്ചയായും നമ്മുടെ പ്രദേശത്തെ കർഷകരിലേക്ക് ഇതിൻ്റെ റിസൾട്ട് എത്തണം. ആ റിസൾട്ട് എത്തുന്നതിനുള്ള പുതിയ പരിപാടികൾ ആവിഷ്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നതാണ് നമുക്കിവിടെ ആശംസിക്കാനുള്ളത്. അങ്ങനെ വരുമ്പോൾ പുതിയ കണ്ടെത്തലുകൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ നമ്മുടെ ഓരോ സംഘവും പ്രദേശത്തിൻ്റെ വികസന ഏജൻസിയുടെ ലെവലിലേക്ക് വളർന്നു വരുന്ന ഒരു സാഹചര്യത്താണ്
പ്രതീക്ഷ കൊണ്ടാണ്, സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്തുന്നത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ആ രീതിയിൽ നേരത്തെ പുതുമയുടെ സെക്രട്ടറി പറഞ്ഞ പോലെ അവർക്ക് പ്രത്യക്ഷമായി കൊടുക്കാൻ സാധിക്കുന്നത്, പരോക്ഷമായി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും അത് ഏതൊരു ഇടപെടലിൻ്റെയും റിസൾട്ട് അങ്ങനെ വരുന്നതാണ്. നേരിട്ട് കിട്ടുന്നുണ്ടാവാം, അല്ലേ, പരോക്ഷമായി കിട്ടുന്നുണ്ടാകും. ആ രീതിയിൽ നമുക്ക് നമ്മുടെ നാട്ടിനെ മാറ്റിമറിക്കാൻ ഈ പ്രോഗ്രാമിലൂടെ സാധിക്കട്ടെ എന്നുള്ള പ്രത്യാശ മാത്രം ഈ ഓഡിയൻസോട് പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു സെമിനാറിൻ്റെ മറ്റ് വശങ്ങളെ പറ്റിയുള്ള ഒരു ചെറിയൊരു ബ്രീഫിംഗ് വേണ്ടി വാരപ്പെട്ടി സർവീസ് ബാങ്ക് ബാങ്കിൻ്റെ പഴയ പ്രസിഡന്റും ഇന്ന് ആ മേഖലയിൽ ഒരു കൺസൾട്ടൻ്റ് റോളിൽ തന്നെ വർക്ക് ചെയ്യുന്ന ശ്രീ രാമകൃഷ്ണൻ സാറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ